ഓണം എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക അതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ 2025-2026 ഈ ഒരു അധ്യയന വർഷത്തിലെ സ്കീം ഓഫ് വർക്ക് പ്രകാരം ഫസ്റ്റ് ടേമിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മളുടെ ആ ഒരു സിലബസിലേക്ക് പോവാം. അതിന് മുൻപ് ഒറ്റ കാര്യം കൂടെ, ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ ഈ ചാപ്റ്റേഴ്സും പോർഷൻസും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോകും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള സമയം നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചാൽ പോലും ലാസ്റ്റ് നമുക്ക് ഒരു എക്സാമിൻ്റെ ഫയറൊക്കെ കയറി നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ പോലും നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെയെങ്കിലും എൻ്റെ മക്കൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. കാരണം നമ്മുടെ ലാസ്റ്റ് ബാച്ച് നമ്മളിത് ഈ വരുന്ന ഫ്രൈഡേ ലോഞ്ച് ചെയ്യാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇപ്പം ലൈവ് ക്ലാസ് നമുക്ക് കഴിഞ്ഞു അല്ലേ, ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈവ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ റെക്കോർഡ് ക്ലാസ് വെച്ചും വർക്ക്ഷീറ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കംപ്ലീറ്റ് പ്ലാൻ നമ്മൾ ഈ വരുന്ന ഫ്രൈഡേ ഉള്ള ലൈവിൽ പറയുന്നുണ്ടാവും. അത് മിസ്സാക്കാതിരിക്കുക. സോ ഫസ്റ്റ് നമുക്ക് മലയാളം ഫസ്റ്റിലേക്ക് വരാം. അപ്പം മലയാളം ഫസ്റ്റിൽ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും, കഥകളി തിമോഹന, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, മാതൃഭാഷ, പിന്നെ ഉള്ളിലാണ് എപ്പോഴും ഉന്മതാണെന്നെപ്പോൾ, ഓക്കെ, റെസിഡന്റ് എഡിറ്റർ, അന്നത്തെ മോക്ഷം, തേൻ. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഓഗസ്റ്റ് വരെയുള്ള സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങളുടെ എക്സാമിന് ഉണ്ടാകും. ആൻഡ് മലയാളം സെക്കൻഡിലേക്ക് വരുമ്പോൾ അരങ്ങും പൊരുളും ചിത്രകാരി, കൽബിലെ നിലാവ്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൽ വരുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് യൂണിറ്റ് 1 ട്രെയിൽസ് ആൻഡ് ട്രിംസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ യൂണിറ്റ് 2 പാത്സ് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റും ഉണ്ട്. ഈ 2 യൂണിറ്റിലെയും ചാപ്റ്റേഴ്സ് നമുക്ക് എന്തിലുണ്ടാവും, ഇംഗ്ലീഷിൻ്റെ സിലബസിൽ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ അറബിക്കിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1ഉം 2ഉം ഉണ്ട്. സാൻസ്ക്രിറ്റിൽ ചാപ്റ്റർ 1 to 5 ഉണ്ട്. ഉറുദുവിൽ 1 to 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഹിന്ദിയിലാണെങ്കിൽ നമുക്ക് ഖിദ്കി സിന്ദഗി കാ സഫർ, പിന്നെ റെയിൻ ബസേരേ മേ, കറക്റ്റ് മിസ്സിന് അറിഞ്ഞൂടാ, മേരി ദുനിയാക്കീത. ഈ ചാപ്റ്റേഴ്സ് എല്ലാം എന്തിനുണ്ട്, നിങ്ങൾക്ക് ഹിന്ദിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ സയൻസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോഷ്യൽ സയൻസ് 1ഉം സോഷ്യൽ സയൻസ് 2 ഉണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസ് 1ൽ ചാപ്റ്റർ 1 ഉണ്ട്, ചാപ്റ്റർ 2 ഉണ്ട്, ചാപ്റ്റർ 3 ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് സോഷ്യൽ സയൻസ് 1ലുണ്ട്. സോഷ്യൽ സയൻസ് 2ൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ ഇവിടെ 3 ഇവിടെ വന്നു, ചാപ്റ്റർ 4. ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, സോഷ്യൽ സയൻസ് 2ലുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ ചാപ്റ്റർ 3 കാണുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സിൽ ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് ഉണ്ട്, ചാപ്റ്റർ 2 ലെൻസസ് ഉണ്ട്. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ 2 ചാപ്റ്റർ അല്ല, ഓഗസ്റ്റോട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 3rd ചാപ്റ്റർ കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1 ഉണ്ട്, ചാപ്റ്റർ 2 കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെയും നമുക്ക് എത്രയുണ്ട്, 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററും പാർട്സ് ഓഫ് എവല്യൂഷൻ, ഈ 2 ചാപ്റ്ററാണ് നമുക്ക് ബയോളജിയിലുള്ളത്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 ചാപ്റ്റർ ധാരാളമാണ്. മാത്സിൽ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, 4 ചാപ്റ്റേഴ്സ് മാത്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം ഓഗസ്റ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട സിലബസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻസ് നിങ്ങളുടെ ഓണം എക്സാമിന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് തന്നെ പഠിക്കുക. താല്പര്യമുള്ള മക്കളാണെങ്കിൽ മക്കളെ ഇനി ലേറ്റ് ആക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. ഓക്കെ, ലാസ്റ്റ് ബാച്ച് ഫ്രൈഡേ ലോഞ്ച് ചെയ്യാണ്. താല്പര്യമുള്ള മക്കൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. പ്രോപ്പർ പ്ലാനും കാര്യങ്ങളൊക്കെ ഇത് ലാസ്റ്റാണ്. ഇനി ഒരു ബാച്ചിന് സമയമില്ല, കാരണം ഓണം എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.